കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തല, ഒരു സ്കൂളിന്റെ കെട്ടിടം ഇടിഞ്ഞു വീണു. അതൊരു അവധി ദിനമായതുകൊണ്ട് മാത്രം വലിയൊരു ദുരന്തം ഒഴിവായി. നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന, ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ് മുറിയുടെ മേൽക്കൂരയാണ് തകർന്നു വീണത്. അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരെ തടയുകയാണ് അവിടെ CPIM പ്രവർത്തകർ ചെയ്യുന്നത്. അവിടെ ഈ കെട്ടിടം പഴയതായതുകൊണ്ട് ഞാൻ തന്നെ മുൻകൈ എടുത്താണ് ഇവിടെ പുതിയ കെട്ടിടം തീരദേശ വികസന കോർപ്പറേഷനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ആ കെട്ടിടം പണി പൂർത്തിയായി അതിന്റെ വൈദ്യുതി കണക്ഷൻ കൊടുത്താൽ മാത്രം മതി. അപ്പൊ അതിനു വേണ്ടിയിട്ട് PTA അവിടുത്തെ മാസ്റ്ററും മറ്റുള്ള എല്ലാവരും അതിനുവേണ്ടി കളക്ടറെ ബന്ധപ്പെട്ട് നിവേദനം കൊടുത്താണ് ഞാൻ വിളിച്ച് സംസാരിച്ചതാണ്. അത് വൈകിയതാണ് അങ്ങോട്ട് മാറ്റാൻ ഉള്ള കാലതാമസം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ അത് തുറന്നു കൊടുക്കാൻ ഇന്നലെ കളക്ടറോട് ഞാൻ സംസാരിച്ച് വേണ്ട അറേഞ്ച്മെന്റ് എല്ലാം ചെയ്ത് ഇന്ന് തുറന്നിട്ടുണ്ട്. പ്രശ്നങ്ങളില്ല, ക്ലാസ് നടക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ മാധ്യമപ്രവർത്തകരെ തടയേണ്ട കാര്യമൊന്നുമില്ല. അവര് ന്യൂസ് എടുത്ത് ജനങ്ങളെ അറിയിക്കാനല്ലേ, അത് അവരുടെ ഉത്തരവാദിത്വമല്ലേ. അതുകൊണ്ട് തടയേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും സ്കൂൾ നന്നായി നടക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. അതിനുവേണ്ടി എല്ലാ ക്രമീകരണവും അവിടുത്തെ MLA എന്നുള്ള നിലയിൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിയിക്കാം. ശ്രീ രമേശ് ചെന്നിത്തല, എന്തുകൊണ്ടാണ് ആ പുതിയ കെട്ടിടം ഉണ്ടായിട്ടും അത് തുറന്നു കൊടുക്കാതെ ഈ പഴയ കെട്ടിടത്തിൽ തന്നെ കുട്ടികളെ ഇരുത്തിയിരുന്നത്? അതാണ് പ്രശ്നം. അത് ഈ ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ ചുവപ്പുകാരുടെ സമ്പ്രദായമാണ്. ഇത് എത്രയോ ദിവസമായി ഇത് നന്നായിക്കണം ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടിട്ടും അവിടെ ഫൈനൽ ആയിട്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉൾപ്പെടെയുള്ളത് ചെയ്തു കൊടുക്കേണ്ടതായിരുന്നു. അത് കാലതാമസം ഉണ്ടായതാണ്. അതെന്താണെന്ന് നമുക്ക് അന്വേഷിക്കാം ഇനിയിപ്പം എന്തുകൊണ്ട് അവർ വന്നില്ല, ചെയ്തില്ല എന്നുള്ളത്. കേട്ടോ. ഓക്കെ, വളരെ നന്ദി. അവിടുത്തെ ലോക്കൽ MLA കൂടിയായിട്ടുള്ള കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തെപ്പറ്റി അന്വേഷിക്കാമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്.